ഈ നാട്ടിൽ എന്തിനും സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാൻ പാടില്ല. കൊല്ലം പവിത്രേശ്വരത്ത് നായക്കുട്ടിയുമായി യുവാക്കൾ ബസ്സിൽ കയറിയത് മറ്റ് യാത്രക്കാർക്ക് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. ഇതിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു. പിന്നീട് ബസ്സിൽ കൂട്ടയടിയാണ് ഉണ്ടായത്. തർക്കത്തിനിടെ യുവാക്കൾ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിലിടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ മദ്യലഹരിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് പരാതി. ഇടവട്ടം സ്വദേശികളായ അമൽ, വിഷ്ണു എന്നിവരാണ് പുത്തൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30യോടെയാണ് സംഭവം. പുത്തൂരിൽ നിന്ന് കല്ലട വഴി കൊല്ലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ ഒരു നായക്കുട്ടിയുമായി അമലും വിഷ്ണുവും കയറി. നായക്കുട്ടിയെ കയറ്റുന്നത് ബസ് ജീവനക്കാർ വിലക്കിയെങ്കിലും യുവാക്കൾ വകവെച്ചില്ല. വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുടെ പക്ഷം പിടിച്ചു. തർക്കത്തിനിടയിൽ യുവാക്കൾ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിലിടിച്ച് പരിക്കേൽപ്പിച്ചതാണ് ഏറ്റുമുട്ടലിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ യുവാക്കൾ വെല്ലുവിളി തുടർന്നതോടെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. ഇവർ കയറിയ സമയത്ത് ഒരു വിദ്യാർത്ഥിയെ ഇതിലൊരു ലഹരി ഉപയോഗിച്ച് വന്നൊരാൾ അടിച്ചു. അപ്പോൾ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ വെച്ച് തന്നെ വാക്കുതർക്കമായി. ബസ് ജീവനക്കാരെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവരും തിരിച്ചടിച്ചു. അങ്ങനെ ബസ് ഇവിടെ നിർത്തി. റോഡ് മൊത്തം സ്തംഭിച്ച് കിടക്കുമ്പോഴാണ് അവർ വെളിയിറങ്ങിയ ഒരു അക്രമ സാഹചര്യം സൃഷ്ടിക്കുകയും ഈ കളത്തട്ടിൽ വന്ന് നാട്ടുകാരെ ഉൾപ്പെടെ വെല്ലുവിളിച്ച് വിദ്യാർത്ഥികളെ പ്രകോപനപരമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ അവരെ ഒരു കാരണമില്ലാതെ വിദ്യാർത്ഥികളെ അടിച്ചു എന്നാണ് പറഞ്ഞത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് 2 യുവാക്കളെയും കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പൊതുസ്ഥലത്ത് മദ്യലഹരിയിൽ സംഘർഷമുണ്ടാക്കിയതിന് ഇരുവരുടെയും പേരിൽ കേസെടുത്തതായി പുത്തൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.